കൊല്ലത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ തുഷാര എന്ന യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിലായതിനു പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മന്ത്രവാദത്തിന്റെയും ആഭിചാര കർമ്മത്തിന്റെയും സങ്കേതമായ വീട്ടിൽ തുഷാര അനുഭവിച്ച കൊടിയ പീഡനങ്ങളെക്കുറിച്ച് അടങ്ങാത്ത രോഷത്തോടെയാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. കണ്ടു നിൽക്കാൻ കഴിയില്ല സാറേ, അങ്ങനെയാണ് ആ കൊച്ചിനെ അതിലിട്ട് ഇടിച്ചിരുന്നത്. ചിലപ്പോഴൊക്കെ അവൾ എന്നെ കൊല്ലല്ലേ എന്ന് അലറി വിളിക്കും, പിന്നെ കരച്ചിൽ കേൾക്കില്ല. അതിന്റെ വായിൽ എന്തോ തിരികെ വയ്ക്കുന്നതാണ്. പലതവണ ഞങ്ങൾ നാട്ടുകാരും അയൽക്കാരും ഇടപെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തും. നിങ്ങളാരാണ് ഇതൊക്കെ ചോദിക്കാനെന്ന തരത്തിൽ. ഒരു ദിവസം അടികൊണ്ട് ആകെ തളർന്ന ആ കൊച്ച് എന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. പിന്നാലെ എത്തിയ ആ ദുഷ്ടൻ അതിനെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. അടങ്ങാത്ത രോഷത്തോടെയാണ് തുഷാരയുടെ മരണത്തെക്കുറിച്ച് നാട്ടുകാരുടെ പ്രതികരണം. മന്ത്രവാദത്തിന്റെയും ആഭിചാര കർമ്മത്തിന്റെയും സങ്കേതമാണ് ആ വീട്. ഉണ്ടായിരുന്ന വീട് പൊളിച്ച ശേഷം മറച്ചുകെട്ടിയ ഷെഡിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ആരെയും വീട്ടിനുള്ളിൽ കയറ്റാറില്ല. അകത്ത് എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയുകയുമില്ല. മന്ത്രവാദത്തിനൊക്കെയായി ചിലർ വന്നു പോകുന്നത് കാണാം. ഇവരോട് പ്രതികരിച്ചാൽ ദുഷ്ടക്രിയകളിലൂടെ നമ്മളെ തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഭീഷണി. അത് പേടിച്ച് ആരും ഇവരോടൊന്നും ചോദിക്കാറുമില്ല. തുഷാരയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കില്ലായിരുന്നു. ഒരിക്കൽ ആ കൊച്ച് കുറച്ച് ചോറ് കഴിക്കുന്നത് കണ്ട് അവളുടെ ഭർത്താവ് കയറി വന്നു. അവൾ കഴിച്ചുകൊണ്ടിരുന്ന ആ അന്നം അവൻ കാലുകൊണ്ട് തട്ടിയെറിഞ്ഞു. ആ കൊച്ചിനെ ഇടിച്ച് കൊല്ലാക്കൊലയും ചെയ്തു. ഇതൊക്കെ കണ്ട് ഞാൻ കേസ് കൊടുത്തതാണ്. പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. പേടിച്ചിട്ടാകും അവൾ ആരോടും പരാതി പറയാഞ്ഞത്. അയൽവാസിയായ യുവതിയുടെ പ്രതികരണമാണിത്. മരിക്കുമ്പോൾ തുഷാരയുടെ ഭാരം 20 കിലോ മാത്രമായിരുന്നു. അസ്ഥിക്കൂടം പോലെ ചുരുങ്ങിയ അവസ്ഥയിലായിരുന്നു ശരീരമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കരുനാഗപ്പള്ളിയിൽ ഭർതൃഗൃഹത്തിൽ യുവതി മരിച്ചതിനു പിന്നാലെ വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ടതിനെ തുടർന്നാണ് 22-കാരിയായ തുഷാര മരിക്കുന്നത്. തുഷാരയ്ക്ക് പലപ്പോഴും പഞ്ചസാര വെള്ളം കൊടുക്കുകയും അരി കുതിർത്ത് നൽകുകയും ചെയ്തിരുന്നു. ഭക്ഷണമില്ലാത്തതും മാനസികവും ശാരീരികവുമായ പീഡനവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായി പോലീസ് അറിയിച്ചു. വിവാഹം കഴിക്കുന്ന സമയത്ത് ചന്തുലാലും കുടുംബവും ജില്ലയിലെ തൃക്കരവു വില്ലേജിൽ കാഞ്ഞാവള്ളിക്ക് സമീപം ഓലിക്കര മൺവിള വീട്ടിലായിരുന്നു താമസം. അവിടെ ആഭിചാരിക പ്രക്രിയകൾ നടത്തുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ എതിർപ്പുകൾ ഉയർന്നു. ഈ സ്ഥലവും വീടും വിറ്റാണ് ചെങ്കുളത്തേക്ക് താമസം മാറ്റിയത്. ഇവിടെയും നാട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടാണ് ഇവർ കഴിഞ്ഞിരുന്നത്. വീടിനകത്ത് ചെറിയ പൂജ നടത്തിയിരുന്നതായി പോലീസ് പറയുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം മാത്രമാണ് തുഷാര അവളുടെ വീട്ടിലേക്ക് പോയത്. ഇതിനിടയിൽ 2 കുട്ടികൾ ജനിച്ചെങ്കിലും തുഷാരയുടെ ബന്ധുക്കളെ കാണിച്ചിരുന്നില്ല. രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവത്തിന് ആശുപത്രിയിൽ പോയെങ്കിലും കുട്ടിയെ കാണിക്കാത്തതിനാൽ ബന്ധുക്കൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതിനെ തുടർന്നാണ് കുട്ടിയെ കാണിച്ചത്. ഇനി ആരും തന്നെ കാണാൻ വരേണ്ടെന്നും തനിക്കൊരു കുഴപ്പവും ഇല്ലെന്നും തുഷാര അറിയിച്ചതിനാൽ പിന്നീട് ബന്ധുക്കളാരും തുഷാരയുടെ ഭർത്തൃ വീട്ടിലേക്ക് പോയതുമില്ല. ഈ സമയത്താണ് തുഷാരയോടുള്ള ക്രൂരതകൾ തുടർന്നത്. ശരീരത്തിനാവശ്യമായ പോഷക ഘടകങ്ങളില്ലാതെ ന്യൂമോണിയ ബാധിച്ചാണ് തുഷാര മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായെന്ന് പോലീസും അറിയിച്ചിരിക്കുന്നു. ഭർത്താവ് ചന്തുലാലിനെയും അമ്മ ഗീതാലാലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.